എന്താണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം? അതൊരു വിഭാഗീയതയാണ്. മനുഷ്യർക്കിടയിൽ മറ്റു മനുഷ്യരെ വെറുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ജൂതനോട് വെറുപ്പ്, ക്രിസ്ത്യാനിയോട് വെറുപ്പ്, ഹിന്ദുവിനോട് വെറുപ്പ്, മതമില്ലാത്തവരോട് വെറുപ്പ്, ബൗദ്ധരോട് വെറുപ്പ്, ഇനി മുസ്ലിങ്ങളെ മാത്രം എടുത്തു കഴിഞ്ഞാൽ പരസ്പരം വെറുപ്പ്. ഈ വെറുപ്പ് എന്ന് പറയുന്ന മാനവീയ വികാരം അത്രയ്ക്ക് യുക്തിസഹമാണോ? വെറുപ്പില്ലാതെ ഒരു സിവിലൈസേഷൻ മുന്നോട്ട് പോയിക്കൂടെ? താങ്കൾ അതിന് മറുപടി പറയണം. സുഹൃത്തുക്കളെ, വളരെ സമഗ്രമായൊരു ജീവിത പദ്ധതിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. സർവകാലികവും സർവജനീനവും സർവലൗകികവുമായ പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ തനതായ ഒരു പോളിസിയുണ്ട്. ആ പോളിസിയുടെ അപ്പുറത്തല്ല ഒരു മനുഷ്യൻ. എല്ലാ മനുഷ്യന്മാരോടും, അത് മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ജൂതനാവട്ടെ, പാസി ആവട്ടെ, ഏത് മതഭക്തനായിക്കൊള്ളട്ടെ, അവരോട് കൃത്യമായ നിലപാട് പരിശുദ്ധമായ ഇസ്ലാമിൽ അള്ളാഹു തആല നിശ്ചയിച്ചു. സമസൃഷ്ടിഭാവവും സഹജീവി സ്നേഹവും ഒക്കെ ഇസ്ലാമിൻ്റെ മുഖമുദ്രയായിട്ട് അതിൻ്റെ പാഠങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ യാതൊരു വേർതിരിവുമില്ലാതെ എല്ലായിടത്തും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം ഇതരരോട് പ്രത്യേകമായിട്ടുള്ള വെറുപ്പോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള അനിഷ്ടമോ എവിടെയും ഇസ്ലാമിൽ കാണാൻ കഴിയില്ല. എല്ലാ മനുഷ്യരോടും സമസൃഷ്ടിഭാവം, സമസ്നേഹം, അതുപോലെ സഹിഷ്ണുത അതിൻ്റെ മുഖമുദ്രയായിട്ട് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യരുടെ പൊതുവായ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കാനാണ് ഇസ്ലാമിൻ്റെ പാഠങ്ങളെല്ലാം തന്നെ ആഹ്വാനം ചെയ്യുന്നത്. പിന്നെ ശ്രീമാൻ ആരിഫിൻ്റെയും അതുപോലെ രവിചന്ദ്രൻ്റെയും വെറുപ്പിൻ്റെ അധ്യായം എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് മുസ്ലിങ്ങളായ നമുക്ക് ചോദിക്കാനുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുപ്രസിദ്ധമായ ഹദീസ് നമുക്ക് ഇങ്ങനെ വായിക്കാം: നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യൂ, എങ്കിൽ ആകാശത്തിൻ്റെ അധിപൻ നിങ്ങളെ കരുണ കൊണ്ട് പുതയ്ക്കുന്നതാണ്. അതെ, ഇർഹമു മൻ ഫിൽ അർളി ഫയർഹമുക്കും മൻ ഫിസ് സമാ. ഈ സുപ്രസിദ്ധമായ ഹദീസ് നമുക്കെങ്ങനെ മറച്ചു വെക്കാൻ കഴിയും? പരിശുദ്ധ ഇസ്ലാമിൻ്റെ സഹിഷ്ണുതയെ തകർത്തുകൊണ്ട് ഇസ്ലാമിനെ ഒരു ഭീകരജീവിയായി കണ്ട് അങ്ങനെ അതിനെ ചിത്രീകരിക്കാനുള്ള ബദ്ധപ്പാടിലാണ് ഇന്ന് നവനാസ്തികരും അതുപോലെ യുക്തിവാദികളും നിരീശ്വരവാദികളും കിണഞ്ഞ് പരിശ്രമിക്കുന്നു. ജൂതനോട് വെറുപ്പ്, ക്രിസ്തുവിനോട് വെറുപ്പ്, ജൈനനോട് വെറുപ്പ്, അല്ലെങ്കിൽ മറ്റ് മതമുള്ളവരോടും മതമില്ലാത്തവരോടൊക്കെ വെറുപ്പ് എന്ന് രവിചന്ദ്രൻ നാഴികക്ക് 40 വട്ടം പറയുമ്പോൾ എവിടെയാണത് ഉള്ളത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ എന്ന് എടുത്തു കാണിക്കാൻ ഇവൻ ബാധ്യസ്ഥനാണ്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതും കാണിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾ നോക്കൂ, ഒരു അമുസ്ലിമാണെങ്കിൽ പോലും അവന് വീട് നിർമ്മാണത്തിന് സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് മുസ്ലിം ധനവാനോട് സഹായിക്കാനാണ് ഇസ്ലാം പറയുന്നത്. രോഗചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി പറയുന്നു. വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി സഹായിക്കാൻ പറയുന്നു. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു അമുസ്ലിമാണെങ്കിൽ പോലും സഹായിക്കാൻ മുസ്ലിം ധനാഢ്യരോട് പരിശുദ്ധ ഇസ്ലാം ആഹ്വാനം ചെയ്യുന്ന ചരിത്രമാണ് പരിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയുക. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആഹ്വാനം നന്മയിലും തഖ്വയിലും ഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുകയും അല്ലാതെ പാപത്തിലും തിന്മയിലും നിങ്ങൾ പ്രവർത്തിക്കരുത്, സഹായിക്കരുത് എന്നുള്ള ഉദ്ഘോഷിക്കുന്ന ആ ഉദ്ഘോഷം എല്ലാവർക്കും ബാധകമാണ്. ഇസ്ലാമിൻ്റെ നിയമസംഹിതയോ ചരിത്ര പാരമ്പര്യത്തെയോ പറ്റി ഒരല്പജ്ഞാനമെങ്കിലും ശ്രീ രവിചന്ദ്രൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം വിവരക്കേടുകൾ ഇസ്ലാമിൻ്റെ പേരിൽ വെച്ച് കെട്ടാൻ ഇവൻ ഒരിക്കലും തന്നെ ശ്രമിക്കുമായിരുന്നില്ല. മതപരമായ വൈചാദ്യങ്ങൾ സഹായങ്ങൾക്കോ സഹകരണങ്ങൾക്കോ സ്നേഹത്തിനോ എവിടെയും ഇസ്ലാമിൽ വിലങ്ങുതടിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരു അമുസ്ലിമിന് പൈസ കടം കൊടുക്കുന്നതിൽ, ക്യാഷ് കടം കൊടുക്കുന്നതിൽ പോലും ഇസ്ലാമിന് വിരോധമില്ല. അവനുമായിട്ട് വ്യാപാര വ്യവസായ ഏർപ്പാടുകൾ, ക്രയവിക്രയങ്ങൾ നടത്തുന്നതിൽ ഇസ്ലാമിന് എവിടെയും തടസ്സമില്ല. ഇങ്ങനെയിരിക്കെ നിനക്കിത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് വ്യക്തമാക്കേണ്ടത്. ഒറ്റ മുസ്ലിമിനോടും വെറുപ്പ് വെക്കരുത് എന്ന് ഇസ്ലാം ശക്തമായി ഉദ്ഘോഷിക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത നേർരേഖകൾ അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. റഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ വായിക്കാം: ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ അനുചരന്മാരും കൂടിയും ഇരിക്കുന്ന ഒരു വേളയിൽ ആ വഴി ഒരു ബഹുദൈവ ആരാധകൻ ഒരാടുമായി വന്നു. ആ സന്ദർഭത്തിൽ ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഈ ആടിനെ നിങ്ങൾ വിൽക്കാനുള്ളതാണോ ദാനം ചെയ്യാനുള്ളതോ? അദ്ദേഹം പറഞ്ഞു, ഇത് വിൽക്കാനുള്ളതാണ്, എങ്കിൽ തരൂ, ഞാൻ അതിനാവശ്യമായ പണം തരാമെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൈസ കൊടുത്ത് അതിനെ സ്വന്തമാക്കിയ ചരിത്രം ഹദീസിൽ കാണാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നു, ജൂതന്മാരുമായി
ചില കരാറുകൾ സംസാരിച്ച് ഭക്ഷ്യവസ്തുക്കൾ അവിടെ നിന്ന് വാങ്ങാറുണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ ഫിഖ് ഗ്രന്ഥങ്ങൾ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമാണ്. ഒരു അമുസ്ലിമിനെ ചികിത്സിക്കുന്നതിൽ യാതൊരു വിരോധമില്ല. ചികിത്സയ്ക്ക് അവനെ സഹായിക്കുന്നതിൽ, അവനക്ക് ദാനമായിട്ട് സാധന സാമഗ്രികൾ, മരുന്നുകൾ എന്നിവ കൊടുക്കുന്നതിന് ഒരു വിരോധവുമില്ല. അത് ചെയ്യണമെന്നാണ് ഇസ്ലാം ഉദ്ഘോഷിക്കുന്നത്. മുസ്ലിമിൻ്റെ വീട്ടിലേക്കോ അവൻ്റെ പൊതുപരിപാടിയിലേക്കോ മറ്റോ ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന് അതിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഒരു വിരോധവുമില്ലെന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ തുറന്നു പറയുന്നു. അവൻ നൽകുന്ന ഭക്ഷണം, വസ്ത്രം, പാരിതോഷികങ്ങൾ എന്നിവ സ്വീകരിക്കുന്നതിന് ഇസ്ലാമിൽ പ്രത്യേകമായി യാതൊരു വിരോധവുമില്ല. ഒരു അമുസ്ലിം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മയ്യത്തിനെ അല്ലെങ്കിൽ ആ ശവത്തെ സന്ദർശിക്കുന്നതുകൊണ്ട് ഒരു വിരോധവുമില്ല. സൗഹാർദ്ദം നിലനിർത്താനും സ്നേഹങ്ങൾ കൈമാറാനുമൊക്കെ വളരെ ആവശ്യമാണ് എന്ന് ഇസ്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി അവനക്ക് പ്രാർത്ഥിക്കാം, അവൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുസ്ലിമിനെ പ്രാർത്ഥിക്കാം, അവൻ്റെ കടം വീടാൻ വേണ്ടി പ്രാർത്ഥിക്കാം, അവന് കടം കൊടുത്ത് സഹായിക്കാം. ഇങ്ങനെ എല്ലാ നിലക്കും അവന് വേണ്ടി സഹായങ്ങൾ അകമഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പറയുമ്പോൾ ഇതിലപ്പുറം ഇനി എന്താണ് പറയേണ്ടതെന്നാണ് ശ്രീമാൻ ആരിഫിനോടും രവിചന്ദ്രനോടും ചോദിക്കാനുള്ളത്. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടുന്നൊരു കാര്യം, മുസ്ലിമുകളുടെ ആചാരങ്ങളിലും അവരുടെ മതപരമായ കർമ്മങ്ങളിലും മുസ്ലിമിന് പങ്കെടുക്കാനോ അതിന് സാമ്പത്തികമായി സഹായിക്കാനോ നിർവാഹമില്ല. വിശ്വാസപരമായിട്ട് അവരാണ് മുസ്ലിമുകളാണ്. അതാരും എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം എന്ന് പരിശുദ്ധ ഖുർആൻ ഷരീഫും അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ഒരിക്കലും ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ കൂട്ടിക്കലർത്താൻ ഇഷ്ടപ്പെടുന്നില്ല. ഹിന്ദുവും ക്രിസ്തുവും പാഴ്സിയും ഒക്കെ മുസ്ലിമിൻ്റെ ആചാരങ്ങളുമായി കൂട്ടിക്കലർത്താൻ ഇവിടെ താല്പര്യപ്പെടാത്തതാണ്. പിന്നെ ഇവിടെ ചില മതമില്ലാത്തവർ, നിരീശ്വരവാദികൾ, അതുപോലെ നവീനവാദികളൊക്കെ വന്ന് ഇത് ഉദ്ഘോഷിക്കുന്നുണ്ടെങ്കിൽ അവരെ വിവരക്കേട് ഒന്ന് മാത്രം. ഓരോരോ മതവിശ്വാസിക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റുള്ള സ്വകാര്യമായ കർമ്മങ്ങളുമുണ്ട്. അത് അവരുമായിട്ട് ജീവിച്ച് അല്ലെങ്കിൽ അവരുമായിട്ട് നിലനിർത്തിപ്പോയിക്കോട്ടെ. എന്തിനാണ്, ആർക്കാണ് ഇവിടെ വിരോധമുള്ളത്? ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ എവിടെയും തന്നെ പ്രത്യേകമായി ജൂതനോടോ പാഴ്സിയോടോ അല്ലെങ്കിൽ ബുദ്ധനോടോ അല്ലെങ്കിൽ ഹിന്ദുവിനോടോ ക്രിസ്ത്യാനിയോടോ ഒരു വിരോധമോ അല്ലെങ്കിൽ വെറുപ്പോ വെച്ച് പുലർത്തുന്ന ഒരു കാര്യം ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് രവിചന്ദ്രൻ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇസ്ലാം.